രാഹുൽ എവിടെയാണെന്നുള്ള കാര്യത്തിൽ സൂചനകൾ മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തത ഇല്ല. എന്തായാലും ആ കാര്യത്തെ പറ്റി നമുക്ക് വിവരങ്ങളൊന്നും ലഭ്യമാവുന്നില്ല. രാഹുലിനെ തേടുകയാണ് കേരള പോലീസ്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് അന്വേഷണ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഫ്ളാറ്റിലെ കെയർടേക്കറെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രാഹുൽ ഒളിവിൽ പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത് കെയർടേക്കർ ആണെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്. ഇയാളെ ചോദ്യം ചെയ്തു. താൻ ദൃശ്യങ്ങളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇയാൾ നൽകുന്ന മൊഴി. ഒപ്പം തന്നെ ഒരു പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞതെന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ആ ഒരു പോളോ കാർ അത് MLA ഉപയോഗിച്ചിരുന്നു എന്നും അത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നും കെയർടേക്കർ വെളിപ്പെടുത്തുന്നു. കാറിനെ ചൊല്ലി പാലക്കാട് രാഷ്ട്രീയ പോര് തുടരുകയാണ്. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അതേസമയം രാഹുലിന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അദ്ദേഹം പറയുന്നത് താനല്ല ആ രാഹുൽ പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതെന്നാണ്. കാരണം താൻ ഏകദേശം ഒരു 4 മണിക്ക് മുൻപേ തന്നെ ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങി. ഇത് കഴിഞ്ഞാണ് ഈ പരാതികൾ വരുന്നതും രാഹുൽ ഫ്ളാറ്റിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ. പിന്നീട് തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതൊക്കെയാണ് കെയർടേക്കർ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കാർ സംബന്ധിക്കുന്ന നിർണായകമായ ചില വിവരങ്ങൾ ഈ കെയർടേക്കറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഏകദേശം 2 ആഴ്ചക്കാലമായി ഫ്ളാറ്റിലാണ് ഈ പോളോ കാർ, ചുവന്ന പോളോ കാർ ഉണ്ടായിരുന്നത്. രാഹുൽ 3 വാഹനങ്ങൾ, അതായത് രാഹുലിന്റെ 2 വാഹനങ്ങളും ഈ പോളോ കാറും മാറി മാറി ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഈ പോളോ കാർ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ഈ കെയർടേക്കർ പോലീസിനോട് മൊഴി നൽകിയ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ്. ഈ കാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നതൊക്കെ തന്നെ. അതേസമയം BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഈ കാർ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ കൈവശമുണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിട്ടുണ്ടെന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഇതേ MLAക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീടുകളിലാണോ എന്ന് സംശയിക്കേണ്ടി. സ്വാഭാവികമായും ആ പ്രസ്താവനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് C ചന്ദ്രനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ്. കാരണം C ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ രാഹുൽ വരുന്ന സമയത്ത്, ഈ ആരോപണം നടന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ C ചന്ദ്രനെയും കണ്ടു. അദ്ദേഹത്തിന്റെ പ്രതികരണം, തനിക്ക് ഈ കാറിനെ കുറിച്ച് ഒന്നും അറിയില്ല, താൻ പോളോ കാറൊന്നും ഉപയോഗിച്ചിട്ടില്ല, ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല, ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, എൻ്റെ കാറ് ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.